എരവിമംഗലത്തെ വയലോര കാഴ്ചകളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ വയലോരം. വയലോരം എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേരൊന്നുമല്ല, രണ്ട് ഭാഗത്തും വയലുകളുമായിട്ട് ഇടയ്ക്കൂടി ഒരു ചെറിയ വൃക്ഷമൊക്കെ കൊടുത്ത് നമ്മൾ ആ ഒരു അതിന്റെ സൈഡിൽ ബെഞ്ചുകളും ഒക്കെ കൊടുത്ത് ഒരു പാർക്കിന്റെ ഫീല്. നമുക്ക് ഈ മറൈൻ ഡ്രൈവിലൊക്കെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, അതേപോലെ രണ്ട് ഭാഗത്തും ബെഞ്ചുകളൊക്കെ കൊടുത്ത് രണ്ട് സൈഡിലും പച്ചപ്പ് നിറഞ്ഞ പാടമാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ വേനലായതുകൊണ്ടാണ് പച്ചപ്പില്ലാത്തത്, പാടമൊക്കെ കൊയ്ത് കഴിഞ്ഞ സമയമാണ്. അപ്പൊ അതുകൊണ്ട് വേനലായതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ പാടത്ത് വരെ ഇറങ്ങിയിരുന്ന ആളുകൾ എൻജോയ് ചെയ്യുന്നത്. മറ്റൊരു പാടത്തിന്റെ നടുക്കൂടി നമുക്ക് ഫോട്ടോസ് ഒക്കെ എടുക്കായിരുന്നു. അവിടെ നിൽക്കുമ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കും, ബാക്ക്ഗ്രൗണ്ട് നല്ല പച്ചപ്പ് കിട്ടും. പിന്നെ ആ ഒരു പാലം കണ്ടില്ലേ, ഇവിടെ നല്ല കാറ്റുണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ചെറിയ ചായക്കടയൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇഷ്ടമുള്ളവർക്ക് ചായയും കാപ്പിയും വെള്ളവും ഒക്കെ കുടിക്കാം. ഞങ്ങൾ എന്തായാലും അവിടെ ചെന്നപ്പോൾ 2 പരിപ്പോടെ മേടിച്ചു. പരിപ്പോടയല്ലേ, 10 രൂപ കൊടുത്ത് പരിപ്പോട കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അവിടുന്ന് പരിപ്പോടയൊക്കെ കഴിക്കാന്ന് മേടിച്ചു. അപ്പൊ പരിപ്പോട മേടിക്കാൻ തുടങ്ങിയപ്പോൾ നല്ല ചൂടായിരുന്നു പരിപ്പോട. അത് മേടിച്ചപ്പോ തന്നെ ആശുക്കുട്ടൻ വായ പൊളിച്ച്, ആശുക്കുട്ടനത് അപ്പം തന്നെ വായി കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു, കാരണം നല്ല ചൂടായിരുന്നു. അവസാനം എൻ്റെ പരിപ്പോട കഴിച്ച് അവൻ എൻ്റെ കൈവിരൽ വരെ കടിക്കുന്ന അവസ്ഥയായി. പരിപ്പോട അവന് നല്ല ഇഷ്ടമായി, കണ്ടില്ലേ, ആസ്വദിച്ച് കഴിക്കുന്നൊരു മുഖഭാവം. അപ്പൊ അവനെയും കൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ വന്നത് താഴത്തെ ക്ഷേത്രത്തിൽ വന്നപ്പോഴാണ് നമുക്ക് വയലോരത്തുനിന്ന് പോയി വരാം. ആക്സിഡന്റ് കഴിഞ്ഞിട്ട് കുറെ നാളുകളായി വീട്ടിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നു ഏട്ടന്. അപ്പം നമുക്കൊന്ന് പോയി വരാമെന്ന് വിചാരിച്ചു അങ്ങനെ വയലോരത്തേക്ക് വന്നതാണ്. അവിടെ 2 വശത്തും കുറച്ച് എക്സർസൈസിനുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. വരുന്നവർക്ക് വേണമെങ്കിൽ സൈക്കിളൊക്കെ ചവിട്ടാം, വയറൊക്കെ ഒന്ന് കുറയ്ക്കാം. 4 മണിക്ക് വന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ അവിടെ ചെന്ന് വെറുതെ കുറച്ച് സമയം ഇരുന്നിട്ട് ഇങ്ങനെ പോരുകയാണ് ചെയ്തിട്ടുള്ളത്. അധികം ആളുകളും വന്നു പോയി കഴിഞ്ഞ സ്ഥലമാണ് വയലോരം. എങ്കിലും നമുക്കിവിടെ എപ്പോൾ ചെന്നാലും നല്ലൊരു ഇഷ്ടം തോന്നും. പിന്നെ പ്രത്യേകിച്ച് ഈ വേനൽ ടൈമിലൊക്കെ ആകുമ്പോൾ ഈവനിങ് നല്ല കാറ്റൊക്കെ ഉണ്ടാവും.